പിന്നെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല പണിയെടുത്തിട്ടുണ്ട്. അവർ കൊടുത്ത ബഡ്ജറ്റിന് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് കുറച്ച് ഇതായിട്ട് തോന്നി, അത്ര ആ ഒരു ഹൈപ്പ് ഇതായില്ല. സിനിമാറ്റോഗ്രാഫി കിടിലായിരുന്നു, ആക്ഷൻ സീക്വൻസ് കിടിലായിരുന്നു, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സീൻസൊക്കെ നല്ല ആക്ഷൻ സീൻസൊക്കെ നല്ല കൊള്ളായിരുന്നു. ആവറേജ് പടമാണ്. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്സ് ഒന്നും അത്ര പോരാ. ബാക്കിയുള്ള സിനിമയെ വെച്ച് നോക്കുമ്പോൾ സുഷിൻ ശ്യാം ഇതിൽ ഇച്ചിരി ഡിലേ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫോൺ എത്ര സേഫാണ്, നമ്മൾ എത്ര സേഫാണ് ഈ രാജ്യത്തിൽ എന്നൊക്കെ ഒരു നല്ല മെസ്സേജ് അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് ഡെലിവർ ആവണുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, ഇപ്പോൾ ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറി ഡ്രിവണിലോട്ട് അങ്ങനെ ഇതാവാൻ പറ്റണില്ല. ഇപ്പോൾ ആസ് എ സിനി ഫയലിന് അത്ര നമുക്ക് കിട്ടിയില്ല. ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര ടെംപ്ലേറ്റഡ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല ഭയങ്കര സ്ലോ ആയിരുന്നു. സ്റ്റാർട്ടിങ് ഒക്കെ നമ്മളൊരു ദുരന്തർ വൈബ് തോന്നും നമുക്ക് സ്റ്റാർട്ടിങ് പോർഷൻസ് ഒക്കെ. പിന്നെ അത് കുറച്ച് ലോ ആവും. അത്യാവശ്യം ഡീസൻറ്റ് പടം തുടങ്ങി. പക്ഷേ 18 വർഷത്തിന് ശേഷമുള്ള ഒരു കോംബോ ഒരിക്കലും എഫക്റ്റ് ആയിട്ടില്ല. പാട്രിയറ്റ് എന്ന സിനിമയ്ക്കാണ് വന്നത്. പെട്ടി ഓട്ടോറിക്ഷയിൽ കയറി പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പം നിലവിലുള്ളത്. ഒരു ഇമ്പാക്റ്റ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ആകെ ഉള്ളത് ലാലേട്ടൻ്റെ ആ ഒരു അരമണിക്കൂർ, അത് നമുക്ക് കൺചിമയില്ലാതെ കണ്ടുകൊണ്ടിരിക്കാം. യാതൊരു സംശയമൊന്നുമില്ല, ഒരിക്കലും ഇല്ല. പുള്ളിക്കാരനോട് റിക്വസ്റ്റ് ഉണ്ട്, ദയവ് ചെയ്ത് മലയാളത്തിൽ 2 ഇതിഹാസങ്ങൾ വെച്ച് ഇത്തരത്തിൽ കോപ്രായങ്ങൾ കാണിക്കാൻ വരരുത് പ്ലീസ്. ഒരു റിക്വസ്റ്റാണ്. മഹേഷ് നാരായണൻ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ചെവികളിൽ എത്തുമല്ലോ. ഇത് പ്രേക്ഷകരുടെ ഒരു രോദനമാണ്. 3 മണിക്കൂർ എന്തിനു വേണ്ടി? നയൻതാര എന്തിനു കൊണ്ടുവന്നു? എന്തിന് ഇത്രത്തോളം ലാഗിങ് ആക്കി? വല്ലാത്തൊരു ചോദ്യചിഹ്നമാണ്. എസ്പെഷ്യലി ലാലേട്ടൻ ഇതിനകത്ത് അദ്ദേഹത്തിന് കിട്ടിയ അരമണിക്കൂർ അദ്ദേഹം അഴിഞ്ഞാടുക തന്നെയാണ് ചെയ്തത്. കാരണം ഒരു സംശയവുമില്ല, എവറി സീൻ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഉറക്കം തൂങ്ങിയെങ്കിൽ രണ്ടാമത്തെ ഹാഫിൽ ലാലേട്ടൻ എവൈറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കട്ട മാസ് എൻട്രി. അദ്ദേഹത്തിൻ്റെ ആ ഒരു റീൽ നല്ല ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക നമുക്ക് ഒരിക്കലും ഇതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല. മമ്മൂക്കയുടെ ആക്ടിങ്ങും പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷേ ഈ കൊണ്ടുവന്ന മഹേഷ് നാരായണനെയാണ് പച്ചയായിട്ട് തെറി വിളിക്കാനുള്ളത്. എനിക്ക് യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇതിൻ്റെ ബിലോ ആവറേജ്. ഇതിനകത്ത് നമ്മളെ താരപരിവേഷയുടെ ആവശ്യമില്ല. മമ്മൂക്കയെ മാത്രം വെച്ചെടുത്താൽ പോലും ഒരു പക്ഷേ പടം ആ റേഞ്ചിൽ പോകുമായിരുന്നു. ഇപ്പോൾ ലാലേട്ടനെ കൊണ്ടുവന്നൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നു. മേക്കിംഗ് ഓക്കെയാണ്, മ്യൂസിക് ഓക്കെയാണ്. മേക്കിംഗ് മ്യൂസിക് കൊണ്ട് മാത്രം നമുക്ക് ഹിറ്റ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ആ തുടക്കം മുതൽ എൻറ്റയർ ഏരിയ അവസാനം വരെ ആ ഫിലിമിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണമല്ലോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു സീനിലേക്ക് ഒരു ത്രിൽ അവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ എന്തെന്നറിയാമോ? ത്രിൽ, ആക്ഷൻ ത്രിൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആക്ഷനാണ് ബ്രോ. കാരണം എന്നറിയാമോ, കണ്ടിരിക്കുന്നവർക്ക് ആ ആക്ഷൻ നമുക്ക് സൂഹിക്കണ്ടേ. 3 മണിക്കൂറിൻ്റെ ആവശ്യം പടത്തിനില്ല. താരപരിവേഷത്തിൻ്റെ ആവശ്യമില്ല. ആ ലാലേട്ടൻ്റെ ഇമ്പാക്റ്റ്, ഐ റിപ്പീറ്റ് വൺസ് മോർ അഗൈൻ, എ ബിഗ് സല്യൂട്ട് ലാലേട്ടാ. ഈ 3 മണിക്കൂർ ലാഗ് അടിക്കാനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഐ വുഡ് സേ നോ. ഒരു സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഒരേ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് അവർ ഈ ത്രൂ ഔട്ട് ഈ 3 മണിക്കൂർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ എന്തൊക്കെ വരാം എന്നുള്ളത് കൊടുത്തിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ, ഒരു സജഷനായിട്ട്. പക്ഷെ 3 മണിക്കൂർ ഈ ഒരേ ഒരു കാര്യം വെച്ചിട്ട് ഇത്രയും ലാഗ് ചെയ്ത് അത്രയും അല്ല എക്സ്പെക്ട് ചെയ്തത് ആക്ച്വലി. പിന്നെ മോഹൻലാൽ ഫാൻസിന് ഐ ഡോണ്ട് തിങ്ക് അവർ ഹാപ്പി ആയിരിക്കും എന്നുള്ളത് മൂവി കഴിയുമ്പോൾ ഉള്ളത്. എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ബിക്കോസ് ഓഫ് ദി സ്റ്റാർ കാസ്റ്റ്. അവരൊരു എക്സ്പെക്ടേഷനും തന്നില്ല. അവർ ട്രെയിലറോ ടീസറിലോ ഒന്നും ഒരു എക്സ്പെക്ടേഷനും തന്നില്ല. പക്ഷേ ഈ സ്റ്റാർ കാസ്റ്റ് കാണുമ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ട് മൈൻഡിൽ കാണുമല്ലോ, ഓക്കെ ഇത്രയും പേരുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും എന്ന്. അത്രയും എനിക്ക് ഇൻ പേഴ്സൺ ഈ മൂവിയിൽ എനിക്ക് തോന്നിയില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ നോർമൽ മൂവി വിച്ച് ഈസ് ഗിവിങ് എ സോഷ്യലി റെലവൻറ്റ് മെസ്സേജ് ടു പീപ്പിൾ ദാറ്റ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അത്രേ ഐ പേഴ്സണലി ഫെൽറ്റ്. എനിക്ക് അത്രയും യുണീക്നെസ് ഉണ്ടോ ഇതിൽ. മറ്റേ മ്യൂസിക്കായിട്ട് മറ്റേ മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് വരുന്നത്, ദാറ്റ് ഈസ് ഗുഡ്. അത് നമ്മൾ അധികം മൂവീസിൽ കാണാത്തൊരു സംഭവമാണ്. പിന്നെ ക്യാമറയുടെ ഇതിൽ ഒരു കാറിൻ്റെ അകത്ത് ഇവർ ചേസ് ചെയ്ത് പോകുന്നതിൽ ആ ഒരു ക്യാമറ ഷോട്ട്, ദാറ്റ് ഈസ് ഓൾസോ നൈസ്. പിന്നെ ടെക്നിക്കലി എനിക്ക് പറയാൻ അതിനുള്ള നോളജ് എനിക്കില്ല. പക്ഷേ ആസ് എ ഹോൾ, ആസ് എ നോർമൽ ഓഡിയൻസ് എനിക്കിത് അത്ര ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാനുള്ളൊരു സംഭവം എനിക്ക് അത് ഒബ്വിയസ്ലി ആസ് എ ഫാൻ ഗേൾ അത് നമുക്കൊരു നല്ലൊരു മൊമെൻ്റ് ആണ്. മോഹൻലാലിൻ്റെ ക്യാമിയോ വരുന്ന സമയത്ത് അതെല്ലാം നല്ലതാണ്. പക്ഷേ ആസ് ഐ ഓൾറെഡി സെഡ്, മോഹൻലാൽ ഫാൻസിന് ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, അത് ഇപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അത് മോഹൻലാൽ ഫാൻസിന് കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, മൈറ്റ് ബി. It's kind of a thriller they have tried, but it didn't work out because ഇതിനേക്കാളും കിടിലൻ ത്രില്ലർ മൂവീസ് വന്നിട്ടുണ്ട് വിത്ത് അമേസിങ് സസ്പെൻസ് ആയിട്ടൊക്കെ. ഇത് നമുക്കറിയാം എവിടെ കൊണ്ടുപോയി നിൽക്കും എന്നുള്ളത് അറിയാം. ഞാൻ എടുത്ത പോലെ നിന്റെ പടം പൊളിയായിട്ടുണ്ട്, സൂപ്പർ പടമായിട്ടുണ്ട്.
ഞാൻ കണ്ടതിൽ വെച്ച് അടുത്ത കാലങ്ങളിൽ വെച്ചിട്ട് നല്ല പടം തന്നെയാണ് കണ്ടത്. പിന്നെ ഇതിനെപ്പറ്റി പടത്തിനെ പറ്റി എന്താണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ അനുഭവിച്ചിട്ട്. മൊത്തത്തിൽ പടം തുടക്കം തൊട്ട് അവസാനം വരെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്തു. കാരണം 2020 ശേഷം നമുക്ക് ലാലേട്ടനെയും മമ്മൂക്കായെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു ചാൻസ് അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഇപ്പൊ 2020 നമുക്കൊരു പടം എടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റത്തില്ലല്ലോ. അപ്പൊ അത് മാറ്റി നമ്മൾ എല്ലാവർക്കും പറ്റത്തില്ല. ചിലപ്പം എത്ര നല്ല ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ചോണ്ടിരിക്കുന്നതിനൊക്കെ ഇപ്പൊ കോഹ്ലി കളിക്കാൻ പറ്റുമോ? പറ്റില്ല. സെയിം തിങ് തന്നെ. ചിലപ്പം എന്ന് ഒരു ദിവസമാണ്. അപ്പൊ എൻ്റെ ഇതില് അവർ നന്നായി കളിച്ചു. എന്നുവെച്ചാൽ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും നല്ല രീതിയിൽ അവർ ആ ടീമിനെ എന്നുവെച്ചാൽ പകുതി വരെ മമ്മൂട്ടി കൊണ്ടുപോയി നമുക്കൊരു ആ പടത്തെ. പകുതി ശേഷം അങ്ങോട്ട് ലാലേട്ടൻ വന്ന ശേഷം തിയേറ്റർ എൻ്റെ ഫ്രണ്ട് കിടന്ന പുള്ളരന്മാർ കിടന്ന് ചാടി കളിക്കുകയായിരുന്നു. മോഹൻലാൽ വന്നപ്പോഴേക്ക് ലാലേട്ടൻ വന്നപ്പോഴേക്ക് തിയേറ്റർ അങ്ങ് പിന്നെ അവസാനം ഫാസിലിൻ്റെ ആ വില്ലത്തരം ഉണ്ടല്ലോ, ആ ഒരു എന്താണ് ആരും പ്രതീക്ഷിക്കാത്ത അത് വളരെ സന്തോഷമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്ന് തിയേറ്ററിൽ നിന്ന് പടം കാണുക. ഈ പടം വിജയിപ്പിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. കാരണം നാളെ കാലത്ത് ഇനിയൊരു മോഹൻലാൽ മമ്മൂട്ടി പടം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം 13 വർഷങ്ങൾക്ക് ശേഷമാണ് അവരൊന്നൊന്നിച്ച് കിട്ടിയത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പടം കൊള്ളാം. രസമുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തോന്നി. പക്ഷേ ഒരു സീന് മാത്രം വേണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഫഹദ് ഫാസിലിനെയാണ്. കാരണം അഭിനയത്തിൻ്റെ രാജാവെന്ന് തന്നെ പറയാം. പഴയ ആൾക്കാരുടെ കൂടെ പിടിച്ചു വയ്ക്കാൻ ഫഹദിനെ കൊണ്ട് എന്തായാലും പറ്റിയെന്ന് തന്നെ പറയാം. അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി പടമാണ്. നമ്മുടെ സോഷ്യലിൽ ഇപ്പം നടക്കുന്ന കാര്യമാണ് ആ സിനിമയിൽ കറക്റ്റായി കാണിക്കുന്നത്. അത് കണ്ടിറങ്ങിയപ്പോൾ ഫോൺ പോലെ എടുക്കാൻ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം തോന്നി ആ ഒരു സീക്വൻസ് കണ്ടപ്പം. ആൻഡ് ഏറ്റവും വെയിറ്റിംഗ് ആയിരുന്നു. എൻ്റെ പ്രായം പോലെ അത്രയും വർഷം വെയിറ്റ് ചെയ്യായിരുന്നു. 18 ഇയേഴ്സ് കൊണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഇവരോരോ രണ്ടുപേരും കൂടി വരുന്നത്. ആക്ച്വലി എനിക്ക് 2020 ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരിൽ രണ്ടുപേരെയും ഒരു പേര് നമ്മൾ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ വേറെ ലെവൽ പടം. മസ്റ്റ് വാച്ച് മൂവിയാണ്. അതിനകത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആവശ്യമില്ലാത്തൊരു സീനായിട്ട് നമുക്ക് തോന്നിയായിരുന്നു. ഇവർ രണ്ടുപേരും വന്നിട്ട് ആ ഒരു സീന് വേണ്ടായി എന്ന് തോന്നി. മമ്മൂക്കയാണ് സ്ക്രീൻ സ്പേസ് കൂടുതലുള്ളത്, മമ്മൂക്കയൊക്കെയാണ്. പക്ഷേ അടിപൊളി പടം, മസ്റ്റ് വാച്ചാണ്. കാണുമ്പോൾ നമുക്ക് കുറച്ച് സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ നമുക്ക് അവെയർ ആയിട്ടിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അതിനകത്ത് കാണിക്കുന്നുണ്ട്. കേട്ടില്ല. ഉണ്ട്. കാരണം നമ്മൾ മൊബൈൽ ഓവർ യൂസ് ചെയ്യുമ്പോൾ മൊബൈലിലുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ശരിയായ യൂസിൽ എപ്പോഴും കൊണ്ടുപോവുക ആൻഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ദാറ്റ്സ് നല്ലൊരു മൂവിയാണ്. ഒന്നും ഫീലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ബ്രോ. ഒരു മഹേഷ് നാരായണൻ പടം അത്രേ ഉള്ളൂ. മമ്മൂക്ക ലാലേട്ടൻ അവരെ കൊണ്ടുവന്നിട്ട് ഭയങ്കരമായ ഇമ്പാക്റ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു മമ്മൂക്ക സാധാരണ നോർമൽ പടമാണ്. അത് ഭയങ്കരമായ മാസമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു നോർമൽ മഹേഷ് നാരായണൻ പടം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ്, സെക്കൻഡ് ഹാഫ് പിന്നെയും കൊള്ളാന്നുള്ള രീതി തോന്നി. പിന്നെ ലാലേട്ടൻ പറഞ്ഞ സീന് കാണുകയാണ്. പിന്നെ കാപ്പാൻ സിനിമയിൽ ലാലേട്ടൻ വന്നു പോകത്തില്ലയോ, അതുപോലെ കുറച്ച് നേരം വന്നു പോയൊരു ഇമ്പാക്റ്റ് ഉണ്ടായുള്ളൂ. ഭയങ്കരമായ ഒരു ഫീലിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ ഒരു ആവറേജ് അനുഭവം അത്രേ ഉള്ളൂ. അവരുടെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളെല്ലാം പക്കയാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് ഇത്രയും വലിയ സ്റ്റാർസിനെ കൊണ്ടുവന്നിട്ട് ഒന്നും ഇല്ലാതാക്കിയിട്ട് കാര്യമില്ല. ഒരു നോർമൽ സ്റ്റാർസിനെ ചെയ്താലും മതി. ക്ലൈമാക്സിലൊക്കെ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടായി. ഭയങ്കരമായ ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടായി. അത്രേ ഉള്ളൂ. ഇതുവരെ കാണാത്ത, ഇതുവരെ കേൾക്കാത്ത, ഇതുവരെ ആരും പറയാത്ത, ഇതുവരെ ആരും അവതരിപ്പിക്കാത്ത ഒരു കഥയാണ്, സിനിമയാണെന്നാണ് ഇന്നലെ വരെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. ഞങ്ങളിത് കണ്ടിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, ഇനി വരുന്ന ആളുകളിൽ, ഇനി വരുന്ന തലമുറ അനുഭവിക്കാൻ പോകുന്ന കഥയാണ്, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന കഥയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിൽ കാണിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വളരെ മികച്ച സിനിമയാണ്. മോഹൻലാലും മമ്മൂട്ടിയും അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഇതിൻ്റെ എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങളും വളരെ മികച്ച നിലയിൽ ഇത് അഭിനയിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ആൾക്കാരും കാണേണ്ട സിനിമയാണ്. ഈ കാലഘട്ടം ഫോളോ ചെയ്യുന്ന സിനിമയാണ്, ആവശ്യപ്പെടുന്ന സിനിമയാണ്. വളരെ മികച്ച സിനിമയാണ്. ഫാമിലി എൻ്റർടൈനാണ്, ആക്ഷനാണ്, പക്ക ആക്ഷൻ എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ ഈ കാലഘട്ടത്തിന് അനിവാര്യമായി വരാൻ വേണ്ടി പോകുന്ന, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന് അനിവാര്യമാകുന്ന സിനിമ വളരെ മുൻകൂട്ടി ഇതിൻ്റെ സംവിധായകനും അതുപോലെ തന്നെ കഥാകൃത്തുക്കളും അണിയിച്ചിരിക്കുന്നുണ്ട്. നല്ല സിനിമയാണ്, മികച്ച സിനിമയാണ്.
ക്ലൈമാക്സ് ഒക്കെ അതിമനോഹരമാണ്. രണ്ടാം പകുതിയിലാണ് മോഹൻലാൽ ഉള്ളത്. മുഴുനീളം മമ്മൂട്ടി സിനിമയാണ്. പക്ഷേ എല്ലാവരും മികച്ച അവരവരുടെ റോളും കൃത്യമായിട്ട് മികച്ച നിലയിലാണ് അഭിനയിച്ചിട്ടുള്ളത്. നല്ല സിനിമയാണ്. ഹോളിവുഡിലോ കാണാൻ പറ്റുന്ന ഒരു സിനിമ നമ്മുടെ മോളിവുഡിൽ കൊച്ചു കേരളത്തിൽ ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ചെടുക്കാൻ ധൈര്യം കാണിച്ച മഹേഷിനെ അഭിനന്ദിക്കുന്നു. ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് മലയാളത്തിൻ്റെ. അതിനകത്ത് ദേശസ്നേഹത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. ഒരു പക്ഷേ നടന്നു പോകുമോ എന്നുകൂടി ജനങ്ങൾ അറിയുന്ന ഒരു സിനിമയാണ് ഇത്. സിനിമ മമ്മൂക്കായും ലാലേട്ടനും തകർത്തിട്ടുണ്ട്. അതിനകത്ത് യാതൊരു മാറ്റമില്ല. അത് തന്നെയാണ് പറയുന്നത് ഏറ്റവും വലിയ പ്ലസ്. സിനിമയുടെ പ്ലസ് ഞാൻ പറഞ്ഞല്ലോ, പഴയ തലമുറ, ഒരു പുതിയ തലമുറ, ഒരു ന്യൂ ജനറേഷൻ, 18 വയസ്സിന് ശേഷമുള്ള ഒരു ന്യൂ ജനറേഷൻ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിൽ കാണുന്നത് ഒരു അത്ഭുതത്തോടു കൂടി തന്നെയാണ്. പക്ഷേ ഇന്നും അവർ മലയാള സിനിമയുടെ നക്ഷത്രങ്ങൾ തന്നെയാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ലോക സിനിമയിൽ സംഭവിച്ചിട്ടില്ല. 50 വർഷം 2 നക്ഷത്രങ്ങൾ ഒരുപോലെ നിൽക്കുന്നു. ലോക സിനിമയിലെ ചരിത്രമാണ് ഇത് മലയാള സിനിമയിൽ. അത് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ലാലേട്ടൻ മമ്മൂക്ക മാത്രമല്ല, ഇതിൽ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും, സിദ്ദീഖിന്റെ മകൻ വരെ, ഷഹീൻ സിദ്ദീഖ് വരെ, ഉഗ്ര മേക്കിംഗ്. മഹേഷ് ഞാൻ പറഞ്ഞല്ലോ, മലയാള സിനിമയിൽ മാറ്റി നിർത്താൻ പറ്റും. മഹേഷ് ഒരു ഡയറക്ടറല്ലായിരുന്നു. ചരിത്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമ, ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ ധൈര്യം കാണിച്ച ആൻഡോ ജോസഫിന് ബിഗ് സല്യൂട്ട്. ടിക്കറ്റ് കിട്ടിയത് ഭയങ്കര ടാസ്കായിരുന്നു. കിട്ടുമെന്ന് ഒട്ടും ഉറപ്പില്ല. ഞാൻ തൃശ്ശൂരിൽ നിന്നപ്പോഴാണ് ശ്രമിച്ചത്. പക്ഷേ എനിക്ക് പിന്നെ ലാസ്റ്റ് 2 ടിക്കറ്റേ ഉള്ളായിരുന്നു. അതിലാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര ലക്കായിരുന്നു. മമ്മൂക്ക പൊളിച്ചടുക്കി. ലാലേട്ടനും മമ്മൂക്കയ്ക്കും ഒരേ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നമുക്ക് സന്തോഷം. നയൻതാരയെ ഒരുപാട് കാലം കൂടി കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മൊത്തത്തിൽ കിടുക്കാച്ചി മൂവി, ഫാന്റാസ്റ്റിക്, അടിപൊളി. 2 പേര്, മമ്മൂട്ടി മോഹൻലാൽ കുറച്ചുള്ളെങ്കിലും മമ്മൂട്ടി അവിടെ വന്നത് സൂപ്പർ. കിടിലം പടം തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. കിടിലം പടം. 3 hours ഉണ്ടെന്ന് തോന്നത്തേ ഇല്ല. നമുക്ക് ആ ലെങ്ത് നമുക്ക് ഫീൽ ചെയ്യത്തേ ഇല്ല. അത്രയ്ക്ക് പാക്കഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ പടമാണ്. ബട്ട് ഒരു സ്റ്റേജിൽ നല്ലൊരു പടം വരുന്നത് നല്ല രീതിക്ക് പോകുമ്പോൾ എല്ലാം സൂപ്പറില്ല. ലാസ്റ്റ് കൊണ്ടൊരു ഒരുമാതിരി ആക്കിയപ്പോൾ എൻ്റെ ഫീലിംഗ്. ക്ലൈമാക്സിലാണ് കുറച്ച് ഡൗൺ വന്നത്. അല്ലാണ്ട് പടം ഓക്കെയാണ്. അവർ രണ്ടുപേരുള്ള കോംബോ അടിപൊളിയാണ്, സെറ്റാണ്. അതെ. കുറെ നാൾ കൊണ്ട് 10-18 വർഷത്തിന് ശേഷം അവർ തിരിച്ചു വന്നപ്പോൾ കിടിലായിട്ടുണ്ട്. അവരുടെ കോമ്പിനേഷൻ സീൻസ് എല്ലാം കിടിലായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ പൊളിയാണ്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സോട് അടുക്കുമ്പോൾ ഡൗൺ ആയിപ്പോയി. ആ ഒരു ഫീലുള്ളൂ. പക്ഷേ തിയേറ്റർ മസ്റ്റ് വാച്ചാ. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. വിഷ്വൽസ് എല്ലാം സൂപ്പറാണ്. മൊത്തത്തിൽ ഓവറോൾ മേക്കിംഗ് എല്ലാം കൊള്ളാം. കാത്തിരുന്ന ഒരു എഫക്റ്റ് ഉണ്ടായി. ബട്ട് മമ്മൂട്ടി മോഹൻലാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും കുറച്ചുകൂടെ സ്ക്രീൻ പ്രസ് വേണമായിരുന്നു. അവരെ കോംബോ തൂക്കും, ഉറപ്പായിട്ട് തൂക്കും. അതിന്റെ വിശ്വാസമാണ്. എല്ലാവരും കൊള്ളായിരുന്നു. പക്ഷേ മേക്കിംഗ് എക്സ്ട്രാ ഉണ്ടായി. മേക്കിംഗ് ആയിരുന്നു പടത്തിന്റെ മേക്കിംഗ്. BGM മസ്റ്റായിട്ട്. BGM നല്ല ക്വാളിറ്റി പടം. അവരെ കോംബോ ഡെപ്തിൽ ടച്ചിങ് ആണ്. മമ്മൂട്ടി മോഹൻലാൽ നല്ല പടം, മസ്റ്റ് വാച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.